റൈസ് അവിടെ മരിച്ചു കിടക്കുമ്പോൾ ഒരുത്തരം ഇവിടെ പാർട്ടി ഷോ കാണിക്കുന്നു, വല്ല വണ്ടി റൈസ് ആക്കിയിട്ട് വല്ല ഷോ കാണിച്ചിട്ട് പോകുന്നു. എന്താ ഇത്? ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് ശക്തമാവുന്നുണ്ട്. അത് ആ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി. ഇപ്പോഴുണ്ടാകുന്ന ഈ സംഘർഷം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് ബൈക്ക് യാത്രികരായി എത്തിയ 2 പേർ ഇവിടെ നിന്ന് കടന്നു പോകാൻ ശ്രമിച്ചു. അപ്പോൾ അത് തടഞ്ഞു, ആളുകൾ തടഞ്ഞു. അതോടുകൂടി ഇവർ ബൈക്ക് റേസ് ചെയ്തു. എന്താണ് ഇപ്പോഴത്തെ ഒരു അവിടെ മരിച്ചു കിടക്കുമ്പോൾ ഒരുത്തരം ഇവിടെ പാർട്ടി ഷോ കാണിക്കുന്നു, വല്ല വണ്ടി റൈസ് ആക്കിയിട്ട് വല്ല ഷോ കാണിച്ചിട്ട് പോകുന്നു. എന്താ ഇത്? തീർച്ചയായും ഇതാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണമായത്. ഇപ്പോൾ ഇവിടെ അവർ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു, കടന്നു പോകാൻ ആവില്ല എന്നവർ അറിയിച്ചു. പക്ഷേ അതേസമയം ഇവർ മോട്ടോർ ബൈക്ക് റേസിംഗ് വാഹനമായിരുന്നതുകൊണ്ട് അത് റേസ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. അതോടുകൂടി ജനങ്ങൾ വലിയ തരത്തിൽ രോഷാകുലരായി രംഗത്ത് വന്നു. എന്തായാലും ഇപ്പോൾ കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്ന കാഴ്ചയുണ്ട്. പ്രിയപ്പെട്ട ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ. ഇതോടുകൂടി ജനങ്ങൾ രോഷാകുലരായി രംഗത്ത് വരുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ സ്വയം സന്നദ്ധരായി കടകളടച്ച് ഹർത്താലിൽ പങ്കുചേരുകയാണ്. അതോടെ തന്നെ വലിയ തരത്തിൽ ഈ 3 ഭാഗത്തേക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് മാനന്തവാടിയിലെ ഈ ജംഗ്ഷനിൽ ഇപ്പോൾ വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടക്കുകയാണ് 3 ദിശകളിലേക്കും. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോഡിൽ ഇങ്ങനെ വാഹനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കുമായി ഇങ്ങനെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ആളുകൾ കാൽനടയാത്രക്കാരും ബൈക്ക് യാത്രികരും അതല്ലെങ്കിൽ ഓട്ടോറിക്ഷയും മാത്രമാണ് ഇപ്പോൾ അനുവദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ കിലോമീറ്ററോളം ദൂരത്തേക്ക് KSRTC വാഹനങ്ങൾ തന്നെ ഇങ്ങനെ നിരനിരയായി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എതിർദിശയിലുമുണ്ട്. 3 ദിശയിലും വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്ന കാഴ്ചയാണുള്ളത്. ഈ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നില്ല. ഏകദേശം മണിക്കൂറുകൾ തന്നെയായി ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ച നിലയിലാണ്. കടകളൊക്കെ സ്വയം സന്നദ്ധരായി അവർ അടച്ചിടുന്നുണ്ട്. ഹർത്താലിൽ അവർ പങ്കുചേരുന്നുണ്ട്. അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന ചായക്കട അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. എന്തായാലും ഒരു മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ജനവാസ കേന്ദ്രമായി ഒരു പ്രദേശത്ത് അങ്ങനെ പൂർണ്ണമായി എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടുക എന്നതും ജനങ്ങളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിലാക്കും. പക്ഷേ എന്തായാലും ജനങ്ങളുടെ എല്ലാ രോഷവും അണപൊട്ടിയ സാഹചര്യമാണുള്ളത്. അവർക്ക് ഇനിയും സഹിക്കാനാവില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞയാഴ്ചയാണ് തോൽപ്പെട്ടിയിൽ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു കാപ്പിത്തോട്ടത്തിലെ ഒരു ആൾ കൊല്ലപ്പെടുന്നത്. അതിൻ്റെ കാവൽക്കാരനായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഏത് ഭാഗത്ത്? അവിടെ നിങ്ങൾ നടന്നു വരികയാണോ? അതെ അതെ. എത്ര വലിയ ദൂരത്തോളം? 1 കിലോമീറ്ററോളം അവിടെ വാഹനം ബ്ലോക്കാണ്. തീർച്ചയായും ഇങ്ങനെ വലിയ ഒരു ദൂരത്തോളം ഇങ്ങനെ കിലോമീറ്ററോളം വാഹനങ്ങൾ ഇങ്ങനെ നിരനിരയായി കിടക്കുകയാണ്. ജനങ്ങൾ വാഹനം അവിടെ നിർത്തി നടന്നു വരികയാണ് ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം? എന്താണ് ആളുകളുടെ പ്രതികരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പ്രശ്നം തന്നെയാണല്ലോ, മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് എന്ത് പ്രതികരണം? വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. എന്താ നമ്മൾ ആവശ്യപ്പെടുന്നത് വെച്ചാൽ ആ മനുഷ്യന് ന്യായമായ ഒരു വേതനം കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഭാര്യയ്ക്ക് അതിൻ്റെതായ രീതിയിൽ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും പിന്നെ ആനേനെ തുരത്തി പിടിക്കാനുള്ള ഒരു ഇത് കൊടുക്കുക. തീർച്ചയായും ആളുകൾ പറയുന്നത് തങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. കൃത്യമായി മൂർത്തമായ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല ആളുകളുടെ സമരം. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇത് സമ്മതിക്കാനാവില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ കുടുംബത്തിന് മാന്യമായ നഷ്ടപരിഹാരം നൽകണം, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കടങ്ങൾ എഴുതി തള്ളണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് വന്യമൃഗശല്യം എന്നത് ഒരു സ്ഥിരം പ്രതിഭാസമായിരിക്കുന്നു. ഇവിടെ അത് ഒഴിവാക്കാനാവാത്ത സാഹചര്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇനി തുടർന്ന് കൊണ്ടുപോകാനാവില്ല. ഇപ്പോൾ ജില്ലാ കലക്ടറുടെ വാഹനമാണ് ഈ കിടക്കുന്നത്.